50 വർഷം പിന്നോട്ട് നിൽക്കുന്ന രീതിയിലുള്ളൊരു മാർക്കറ്റ് ഏരിയ ആണ് ഈ ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഫുള്ള് ഫ്രൂട്ട്സിൻ്റെ മാർക്കറ്റാണ്. നമ്മളെ നൂറാ മോൾക്ക് വെട്ടം ഭയങ്കര ഇഷ്ടമാണ്. ജനലെല്ലാം കാണാൻ തുറന്നിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കി കുറേ നേരം മിണ്ടാതെ കിടന്നോളും. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ്. പെട്ടിക്കാത്തിരിക്കുന്നത് നമ്മുടെ ഫാദർ ഇൻ ലോ കേരളത്തിലേക്ക് പോകുന്ന മരുമോനും മോൾക്കും ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. ശരിക്കും ഇത് മരുമോനുള്ള ഗിഫ്റ്റാണ്. ഒരു ക്യാമറയാണ് കേട്ടോ. അത് അൺബോക്സ് ചെയ്യാം. പക്ഷേ അതിന് മുന്നേ മറ്റൊരു സന്തോഷമായ കാര്യം, നൂറാ മോളുടെ പാസ്പോർട്ട് റെഡിയായി. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇമിഗ്രേഷൻ ഓഫീസിൽ. ഒരു പാസ്പോർട്ട് വാങ്ങിക്കാൻ പോകുന്നതിന് ഇത്രയും സ്ലോ മോഷൻ്റെയും ഗെറ്റപ്പിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു. അത്രയും ഗെറ്റപ്പിട്ട് വന്നത് ഇവിടെ വന്ന് കാത്തിരിക്കാനാണ് കേട്ടോ. ഇത് കണ്ടോ, 6,50,000 ഇന്തോനേഷ്യ റുപ്പി അടച്ചിട്ടുണ്ട്. നമുക്ക് 2-3 കോപ്പിയൊക്കെ എടുക്കാനുണ്ടായിരുന്നു. ഇമിഗ്രേഷൻ ഓഫീസിലേക്ക് വെറുതെ അങ്ങ് ചെല്ലല്ല, നമ്മൾ ചോദിച്ചു പോകുന്ന മോഹൻലാൽ പറയുന്ന മാതിരി സ്ഥലങ്ങളൊക്കെ കണ്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളതുണ്ടല്ലോ, ഇവിടുത്തെ ഒരു വലിയ മാർക്കറ്റ് ഏരിയയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു 50 വർഷം പിന്നോട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റ് ഏരിയ ആണ് ഈ ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഫുള്ള് ഫ്രൂട്ട്സിൻ്റെ മാർക്കറ്റാണ്. ഈ പഴമൊക്കെ കണ്ട നമ്മളെ ഫിലിപ്പീൻസ് പഴം മാതിരി ഇരിക്കുന്ന നമ്മളെ പച്ചച്ചിങ്ങം പഴമാണ്, പക്ഷേ കളറ് മഞ്ഞയാണ്. ദുബായിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇത് ഫുള്ള് ഇക്വഡോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഫിലിപ്പീൻസ് പഴം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടാവും. ഫിലിപ്പീൻസ് എന്ന് വരുന്നതാണ്. ദുബായിൽ 7 ദറംസ് 1 കിലോയ്ക്ക്, നാട്ടിലത്തെ 140-150 കിലോ 150 രൂപ. ഇവിടെ അത്രയും പൈസ അല്ല. നമ്മുടെ വാഗണാർ ഉണ്ടോ, ഇവിടെ വാഗണാറിന് പറയുന്ന കരിമുൻ എന്നാണ്. കരിമുൻ അതല്ല, കരിമൻ എന്നാണ് ഇവിടെ വാഗണാർ എന്ന് പറയുന്ന. ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പോളം ഏരിയ ആണ്. നമുക്ക് പതുക്കെ ഈ കമ്പോളം ഫുള്ളൊന്ന് കാണാം കേട്ടോ. ഇവിടെ എന്തൊക്കെയുള്ളതെന്ന്. ഫുള്ള് പച്ചക്കറി അല്ല, നമ്മളെ ഫ്രൂട്ട്സ് ആണ് മെയിനായിട്ട് കമ്പോളത്തിലെ മെയിൻ വിൽപ്പന. കണ്ടോ, ഫുള്ള് ഫ്രൂട്ട് ഷോപ്പാണ് കാണുന്നതെല്ലാം. ഇവിടെ ഇന്തോനേഷ്യയിൽ മാത്രം കിട്ടുന്ന ചില വെറൈറ്റി ഫ്രൂട്ട്സൊക്കെ ഇവിടെ ഉണ്ട്. വന്ന് ഒരു ദിവസം നമുക്ക് വാങ്ങിക്കണം. പിന്നെ കപ്പയ്ക്ക ഇവിടെ സുലഭമായിട്ട് കപ്പയ്ക്ക വിൽക്കും കേട്ടോ. 1 കിലോയ്ക്ക് 25 രൂപയാണ് കപ്പയ്ക്ക. വില വലുതായിട്ടില്ല, പക്ഷെ ആൾക്കാർ കപ്പയ്ക്ക നല്ലപോലെ വാങ്ങിച്ച് കഴിക്കുന്ന ആൾക്കാരാണ് ഇതിലുള്ളത്. അതിൻ്റെ ബോക്സൊക്കെ കൊണ്ടുപോകുന്നു. നമ്മുടെ നാട്ടിലത്തെ കമ്പോള ഏരിയയിൽ എങ്ങനെയാണ് അവിടുത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും നടക്കുന്നത്, അതേപോലെയാണ്. പിന്നെ ഉച്ച സമയം വേണ്ടി ഇവിടെ പല കടകളും ഏകദേശമൊക്കെ ക്ലോസ് ആണ്. കാര്യം ഈ സമയത്ത് ആൾക്കാർ റെസ്റ്റ് എടുക്കുന്ന സമയമാട്ടോ. പഴയ രീതിയിലുള്ള കടകളാണ്. അതിൻ്റെ ഇടയ്ക്ക് തുണിക്കടകളുണ്ട്. ഇന്തോനേഷ്യയുടെ കളറിലുള്ള തുണികൾ പുറത്തിട്ടേക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു 6-7 ദിവസം കഴിഞ്ഞാൽ ഇന്തോനേഷ്യയുടെ സ്വാതന്ത്ര്യദിനം വരികയാണ്. അതുകൊണ്ട് പല സ്ഥലത്തും ഫ്ലാഗുകൾ വിൽക്കുന്നുണ്ട്. പല സ്ഥലത്തും ഇതണക്ക് ഇന്തോനേഷ്യയുടെ കളറിലുള്ള ഡ്രസ്സുകൾ വിൽക്കുന്നുണ്ട്. കാര്യം കുട്ടികളൊക്കെ സ്കൂളിൽ ഇതാണ്. ഇതെല്ലാം ഇന്തോനേഷ്യൻ്റെ ഫ്ലാഗ്. ഇതൊക്കെ ഈ ഒരു സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടിയിട്ട് ഓപ്പൺ ആയ സാധനങ്ങളാണ് ഇതെല്ലാം. ഞാൻ എന്തായാലും നമ്മൾ ഇതുവഴി വരികയല്ല, അപ്പോൾ ഇതൊക്കെ കാണിച്ചു തരാൻ വിചാരിച്ചു. ഒരു ദിവസം ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഫുള്ള് ടൂർ നമുക്ക് എടുക്കണം. ഇത് ഭയങ്കര വെറൈറ്റി ആണ്. ഒരാൾ നിൽക്കുന്നൊക്കെ നല്ല സ്റ്റൈലായിട്ട് ഇഞ്ചാട്ടൊക്കെ ചെയ്ത്, മഞ്ഞ ഷർട്ടൊക്കെ ഇട്ട്, നീല ജീൻസൊക്കെ ഇട്ട്, തൊപ്പിയൊക്കെ ഇട്ട്. ഇതെല്ലാം സൈക്കിൾ റിക്ഷകളാണ് കേട്ടോ. സൈക്കിൾ റിക്ഷകളെല്ലാം ഇങ്ങനെ നിരയായിട്ടിരിക്കുന്നുണ്ട. ഞാൻ മൈക്ക് എടുക്കേണ്ടായിരുന്നു. ഇവിടെ ഒച്ചയും ബഹളമൊക്കെ കാണും. ഇപ്പം എൻ്റെ സ്വരം എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഒച്ചത്തിലാണ് സംസാരിക്കുന്നത്. ഇതെല്ലാം വേണ്ട, ചുമപ്പും വെള്ളയാണ് ഫുൾ കളർ. കാര്യം ചുമപ്പും വെള്ളത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇവരുടെ സ്വാതന്ത്ര്യ ദിനം ആയതുകൊണ്ടാണ്. ഫ്ലാഗിൻ്റെ കളർ വേണ്ട, ഇതാണ് ഫ്ലാഗ്. ചുമപ്പും വെള്ളയാണ്. അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും ഈ കളർ ഡ്രസ്സുകളും കാര്യങ്ങളും കാണാൻ പറ്റിയത്. അതായത് ചെരുപ്പൊക്കെ വിൽക്കുന്ന കടകളാണ്. അതിൻ്റെ ഇടയ്ക്ക് ജ്യൂസ് വിൽക്കുന്ന ഒരു കട ഉണ്ട്. 25 രൂപയാണ് ഒരു ജ്യൂസിന്. ഐസ് പാലൈസ്. ഇടയിൽ കൂടെ എങ്ങനെയാണ് തോന്നാം. ഈ വണ്ടിയിലേക്ക് അടുത്തൂടെ പോയാൽ തുരുമ്പാണ്, സെറ്റിക്കാവും. ഇതാണ്ട് ചായയാണ്, ഐസ് ചായ 15 രൂപ ഐസ് ചായ. തേയിലപ്പൊടി, പഞ്ചസാര, ഐസ് കൂടെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചങ്ങ് തരും. ഇതിന് പറയുന്നത് തെഹന ഐസ് തെഹ്. സംഭവം കൊള്ളാം കേട്ടോ. ഈ വഴി ശരിക്കും പറഞ്ഞാൽ നല്ല രസം. എപ്പോൾ പോയാലും രസം. ഇപ്പം എത്ര വട്ടം ഇതുവഴി പോയാലും പിന്നെയും പോകാൻ തോന്നും. ഇത് പിന്നെ ഇവിടെ വേറെ സംഭവമുണ്ട്. അറബികൾ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്ക് അവിടെ സ്പെഷ്യലായിട്ട് അവിടെ പോകണം. അറബികൾ താമസിക്കുന്ന വീടുണ്ട് ഇവിടെ. പണ്ട് കാലത്ത് യമനിൽ നിന്നും പല അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് കച്ചവടത്തിനായിട്ട് വന്ന് ഇവിടെയുള്ള സ്ത്രീകളെ കല്യാണം കഴിച്ച് ഇവിടെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ അൽ അസ്ഹർ എന്ന് പറഞ്ഞിട്ടൊരു കോളേജൊക്കെ ഉണ്ട് ഇവിടെ. വേണ്ട, അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ അവരുടെ തന്നെ പള്ളിയുണ്ട്, അൽ അസീറിയ പള്ളി. ഇതൊരു അങ്ങനത്തെ ഒരു ഏരിയ ആണ്. കുട്ടികളൊക്കെ അതേ സ്കൂൾ വിട്ട് പോകുന്നുണ്ട്. പാളം വെച്ച് റോഡിൽ പോയി അടിയൊക്കെ കൂട്ടും. ഇവിടെ കുറേ സ്ത്രീകളെല്ലാവരും, കൂടുതൽ ആൾക്കാരും നിക്കാബൊക്കെ ധരിക്കുന്ന ആൾക്കാരാണ്. ചെറിയ പിള്ളേരൊക്കെ ഇതേ വണ്ടി ഓടിച്ചുകൊണ്ട് പോകും കേട്ടോ.
ഇവിടെ തകൃതിയായിട്ട് മണൽ വാരുകയും മണലൂറ്റുകയും മണൽ ചാക്കിലാക്കി വിൽക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു കേട്ടോ ഈ കാക്ക. വേറെ ആരോ കൂട്ടിയിട്ട മണൽ ചാക്കിലാക്കി വിൽക്കുവാണെന്ന് തോന്നുന്നു കേട്ടോ പുള്ളിക്കാരൻ. ഈ കാക്ക ഇത് കൊണ്ടുപോകുന്നു, ഒരു സ്നാക്സ് കൊണ്ടുപോകുന്നു റോഡിൽ കൂടെ. ഫുള്ള് ലൈവാണ് കേട്ടോ ഈ ഒരു തെരുവ്, ഫുള്ള് കംപ്ലീറ്റ് ലൈവാണ്. നിറച്ച ആൾക്കാരുണ്ട്, വണ്ടികളുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഓരോരുത്തർ കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഒരു ഇബു തേണ്ട എന്തോ കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. ഒരു കൊച്ചു ചെറുക്കൻ വണ്ടി എടുത്തിട്ട് ഇറങ്ങി നോക്കത്. ഓട്ടോ ഒന്നും കിട്ടാതെ ഒരു കാക്ക വിഷമിപ്പിക്കാൻ. ഇത് മാത്രമല്ല കേട്ടോ, അവിടെ വേറെ കുറേ സ്കൂളുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതും ഏതോ സ്കൂളോ കോളേജോ എന്തോ ആണ്. ഇതുവഴി പോകുമ്പോൾ പതുക്കെ പോകണം, എപ്പോൾ വേണമെങ്കിലും കുട്ടികളൊക്കെ എടുത്ത് ചാടാം. അതേ ഇവർ കണ്ടോ ഒരു നിക്കാബൊക്കെ ധരിച്ച് വരുന്ന ആൾക്കാർ. ഈ ഏരിയയിൽ കുറേ നിക്കാബ് ധരിച്ച് വരുന്ന ആൾക്കാരെ കുറേ ആൾക്കാരെ കാണാം. കാര്യം ഇവരുടെയൊക്കെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഉപ്പാൻ്റെ ഉപ്പൂപ്പ ഇതാണ് എന്താ അറബികളാണ്. ഏതായാലും എന്താ ഇവിടെ ഒരു ഫയർഫോഴ്സ് ഉണ്ട്. ഇത്ര ആൾക്കാർ തിങ്ങി നിരന്ന് നിൽക്കുന്ന സ്ഥലമാകുമ്പോഴത്തേക്കും ഒരു ഫയർഫോഴ്സ് ആവശ്യമാണ്. വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് ഓടിക്കണം. ഒറ്റ കയ്യിൽ വണ്ടി ഓടിക്കാൻ പാടില്ല ഈ വഴി പോകുമ്പോൾ, സൂക്ഷിച്ചോണം വണ്ടി ഓടിക്കാൻ. ഭയങ്കര ചൂടായിരുന്നു ആദ്യം വെയിലത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും. കുറേ നേരം ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. വീട്ടിലിരിക്കത്തേ ഉള്ളൂ, ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ മമ്മാക്ക് ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ കറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കേരളത്തിലോട്ട് മമ്മായും കൂടെ കൊണ്ടുപോകാനായിട്ട് കുറേ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അമ്മ വരികയാണെങ്കിൽ പൊളിക്കും. ആദ്യമായിട്ടാണ് ഗൂഗിൾ മാപ്പ് ഇല്ലാതെ ഇങ്ങനെയാണത് കറങ്ങുന്നത് ഇവിടെ എല്ലാം. ഞാൻ ഈ വഴിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഇവരുടെ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലമ്പങ് സിറ്റീൻ്റെ നഗരഭാഗമാണ്. അതിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. പക്ഷേ എനിക്ക് അങ്ങോട്ട് പിടി കിട്ടുന്നില്ല, ഇത് തന്നെയാണോ വഴിയെന്ന്. ഇത് ഈ മോളിൽ കൂടെ പോകുന്ന മെട്രോ ആണ് കേട്ടോ. ഇതൊരു ഓഡിറ്റോറിയമാണ് ഈ കാണുന്ന. ഇതാണ് ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ. എന്തായാലും മെട്രോ ഉള്ളതുകൊണ്ട് കുറച്ച് തണലുണ്ട് ഇവിടെ. ഇവിടെ നല്ല സുഖമായിട്ട് പോകാം, നല്ല തണലുണ്ട്. നല്ല തിരക്കാണ്. കാര്യം ഈ ഉമ്രയ്ക്കും ഹജ്ജിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് പ്രായമുള്ള ഉമ്മമാരെല്ലാവരും ഈ പാസ്പോർട്ടിന് അപേക്ഷിക്കും. അതുകൊണ്ട് കംപ്ലീറ്റ് ഫുൾ ടൈം തിരക്കായിരിക്കും. ഇതാണ് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഇവരുടെ ബിൽഡിംഗ് കേട്ടോ. ഫുൾ ടൈം തിരക്കാണ്. ഇത് ബൈക്ക് പാർക്കിംഗ് ആണ്. നമുക്ക് സാധനം കിട്ടി. എൻ്റെ പുറകിൽ കാണുന്ന കേട്ടോ ബിൽഡിങ്. അങ്ങനെ ഫൈനലി നൂറ മോളുടെ പാസ്പോർട്ടൊക്കെ കിട്ടിയിരിക്കുകയാണ്. ഇതാണ് കേട്ടോ അവരുടെ പാസ്പോർട്ട് ഓഫീസും കാര്യങ്ങളൊക്കെ. അവിടെ ചെന്നപ്പോൾ അടിപൊളിയായിരുന്നു. അന്ന് നൂറ മോളോട്ട് വന്നപ്പോൾ ഫോട്ടോ എടുത്ത ഒരു ഓഫീസറുണ്ട്, ഒരു ലേഡിയാണ്. അവർ അന്ന് നല്ല കൂട്ടായതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പോയപ്പോഴത്തേക്ക് അതിനോട് വെയിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു. അവിടെ ഭയങ്കര തിരക്ക്. അവസാനം ഇവരെ കണ്ടപ്പോൾ ഞാൻ ഹായ് ഇന്ന കാര്യത്തിൽ വന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാണോ എന്നാൽ വായെന്ന് പറഞ്ഞാൽ അവർ നേരെ എന്നെ കൗണ്ടറിൽ കൊണ്ടുപോയി കാര്യങ്ങൾ സെറ്റാക്കി. അവരെൻ്റെ കൂടെ വന്ന് പാസ്പോർട്ട് കളക്ട് ചെയ്യുന്ന അവിടം വരെ എൻ്റെ കൂടെ വന്ന് അവിടുന്ന് ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല. ഡയറക്റ്റ് VIP സർവീസായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ പോകണം. പോയിട്ട് നമ്മുടെ ക്യാമറ അൺബോസ്ക് darkness, I could feel her thinking of somebody else. ആവശ്യമില്ലാത്ത എല്ലാ കോപ്പിയും റഫ എടുത്തു തന്ന്. എൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി ആ കൂട്ടത്തിലില്ലായിരുന്നു. പിസേൻ്റെ കോപ്പി എൻ്റെ കയ്യിൽ ഇതുമില്ല. മെയിനായിട്ടുള്ള 2 സാധനങ്ങളില്ല. ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. അവസാനം അവർ പറഞ്ഞ കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് അവരുടെ കമ്പ്യൂട്ടറിൽ അവർ ലോഗിൻ ചെയ്തിട്ട് എൻ്റെ ഫയൽ ഓപ്പൺ ആക്കി, നൂറ മോളുടെ ഫയൽ ഓപ്പൺ ആക്കിയിട്ട് അതിനകത്തുനിന്ന് എൻ്റെ ഡീറ്റെയിൽസ് ഡൗൺലോഡ് ചെയ്തിട്ട് അപ്പോൾ അവർ പ്രിൻ്റ് എടുത്ത് തന്നു. ഞാൻ ആലോചിക്കാം വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചേനെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ആ പ്രിൻ്റ് ഇല്ലെങ്കിൽ പറ്റില്ല, വീട്ടിൽ പോയി പ്രിൻ്റ് എടുത്തുണ്ടോ എന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞേനെ. പക്ഷേ ഇത് അവരായിട്ട് തന്നെ എല്ലാം ചെയ്തു തന്നു. അവർക്കിപ്പം നമ്മുടെ ആവശ്യമാണല്ലോ നമുക്ക് പാസ്പോർട്ട് കളക്ട് ചെയ്യാന്നുള്ളത്. അത് അവരുടെയും കൂടെ ആവശ്യം എന്നുള്ള രീതിയിൽ അവർ ചെയ്തു തന്നു കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ പലവട്ടം ഇതുവഴി പോയിട്ടുണ്ട്, ഞാൻ കാണിച്ചു നോക്കിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. അത് നമ്മൾ താഴെ കൂടെ ആയിരുന്നേ പോകേണ്ടത്, ആ വഴിയായിരുന്നു നമ്മൾ പോകേണ്ടത്. നോക്കണ്ടേ അതുവഴി പോകാൻ പറ്റുമോ. ഈ കോച്ചൊക്കെ കാരണം കുറേ ആൾക്കാർക്ക് തൊഴിൽ കിട്ടുന്നുണ്ട് ഇവിടെ. പക്ഷേ അവർ ഈ പണിയെടുക്കുന്ന ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്നൊക്കെ ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്.
memories that only the shadows. ഇത് പാലമാണ്. ഇത് മൂസി നദീൻ്റെ കുറുകെയുള്ള പാലമാണിത്. മൂസി 80 എന്നാണ് ഈ പാലത്തിന് പറയുന്നത്. മൂസി 4. കാര്യം മൂസി നദീൻ്റെ കുറുകെ കുറേ പാലങ്ങളുണ്ട്. കുറേ പാലങ്ങളുണ്ട്. അതിന് ഓരോ പാലത്തിന് 1, 2, 3, മൂസി 1, മൂസി 2, മൂസി 3 എന്ന് പറയും. ഇപ്പോൾ നമ്മൾ പോകുന്നത് മൂസി 4 എന്ന് പറഞ്ഞ പാലമാണ് കേട്ടോ. നമ്മളിപ്പോൾ വീടെത്തി. ഈ പാലം അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നൂറാമോളെ ഡെലിവറി ചെയ്ത ഹോസ്പിറ്റലെത്തി. പാലത്തിൽ കൂടെ നടക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. നോർമലി ഇങ്ങനെ നടക്കുന്ന ആൾക്കാരൊന്നും ഇവിടെ കാണലേ ഇല്ല. ഏതോ പെൺകുട്ടീൻ്റെ ഹിജാബ് പറന്ന് അവിടെ പോയി കിടക്കുന്നു. ബൈക്കിൽ പോയപ്പോൾ എങ്ങാണ്ട് പറന്നു പോയതാണ്. പിന്നെ തിരിച്ചെടുക്കാൻ വന്ന് കാണുന്നില്ല. കോട്ടയം തിരിച്ചാണ്. ഇവിടെ ഉണ്ടല്ലോ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകാൻ നേരം ഇവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. ഈ കറക്റ്റ് ഈ സ്പോട്ടിൽ ഒരു കൊച്ചു ചെക്കൻ ഇവിടെ മറിഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇതൊരു പോകുമ്പോൾ സൂക്ഷിച്ചു വേണം പോകാൻ. പെൺപിള്ളേരൊക്കെ പോകുന്ന സ്പീഡും ഒക്കെ മോനെ. ഇവിടെ പെൺപിള്ളേർ പതുക്കെ പോകും, ആൺപിള്ളേർ സ്പീഡിനും അങ്ങനെയൊന്നുമില്ല. പെൺപിള്ളേർ ആൺപിള്ളേരും ഒക്കെ പറപ്പിച്ചൊക്കെ പോകും. പിന്നെ വലിയ വണ്ടിയൊക്കെ ഒറ്റ കയ്യിൽ ഇങ്ങനെ ഒറ്റ വിരലിലൊക്കെ കറക്കി സ്റ്റിയറിംഗ് കറക്കി എടുത്തോണ്ട് പോകുന്നതാണ് പെൺപിള്ളേർ. ഉഷാറാണ്. She rolled over, said you want some coffee. ഇതെന്തോന്ന് പാട്ടടേ. വീട്ടിൽ പോകണം, പാസ്പോർട്ട് നൂറാ മോൾക്ക് കൊടുക്കണം, എന്നിട്ട് ചോദിക്കണം ഇഷ്ടമായോ എന്ന്. നമ്മുടെ ക്യാമറ അൺബോക്സ് ചെയ്യണം. നമ്മുടെ നൂറാ മോളുടെ തന്നെ കത്രിക വെച്ചിട്ടാണ്, സിസർ വെച്ചിട്ടാണ് നമ്മളിത് അൺബോക്സ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഫാറൂഖിന് ഒരു സമ്മാനം കൊടുക്കണമെന്ന് ആൾക്കൊരു ആഗ്രഹം. അപ്പോൾ ഞാനിത് ഹാഫിസാണ് എന്നോട് പറഞ്ഞത്. ഹാഫിസിനോടാണ് നമ്മുടെ ഡാഡി ചോദിച്ചത് ഫാറൂഖിന് എന്താ ഗിഫ്റ്റാണ് കൊടുക്കണ്ടേ, നമുക്കൊരു ക്യാമറ കൊടുത്താലോ, എപ്പോഴും ക്യാമറ തൂക്കി പിടിച്ചിട്ട് നടക്കുന്നതെന്ന്, ഏത് ക്യാമറ നല്ലതെന്ന് ഹാഫിസിനോട് ചോദിച്ചു. ഹാഫിസാണ് ഈ ക്യാമറ സജസ്റ്റ് ചെയ്തത്. സ്വന്തമായിട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തിയതാണ് നമ്മുടെ ഫാദറിനിലോ. DJI Pocket 3, Pocket 4 തരായിരുന്നു. താങ്ക്സ്. ഇതാണ് കേട്ടോ അലിയൻ തന്ന ക്യാമറ. DJI ആണെന്ന് ഈ പെട്ടിക്കൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ DJI ഷോപ്പിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഏതാണെന്നില്ലായിരുന്നു. എൻ്റെ മനസ്സിൽ Pocket 4 ആയിരുന്നു. അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ്. പക്ഷെ ഇതും അടിപൊളിയാണ്. ഇതിൻ്റെ ആവശ്യമുള്ള എനിക്ക്. ഞാനിങ്ങനെ ചുമ്മാ വളുപ്പൊക്കെ പറയുന്നതിന് ഇത് തന്നെ ധാരാളം. നൂറ നമുക്ക് വാപ്പിയുടെ പുതിയ ക്യാമറ. ഇതെന്തുവാ? നൂറ എൻ്റെ ബുക്കാണ്. നൂറ വാപ്പിൻ്റെ പുതിയ ക്യാമറ. ഇനി ഇതിനാണ് നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്ന. ഇഷ്ടപ്പെട്ടാ? നോക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടോ? ഉപ്പുപ്പ അല്ലല്ലോ, ഉപ്പുപ്പ വാങ്ങിച്ചു തന്നെയാ, ഇന്തോനേഷ്യൻ ഉപ്പുപ്പ. ഇഷ്ടമായ? ഷീസ് ലുക്കിംഗ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. ഇത് പിന്നെ തുറന്ന് ഇത് കാണിക്കാൻ കാര്യം നിങ്ങൾ 100 തവണ കണ്ടിട്ടുണ്ടാവും. ഇത് ഒരു 2 വർഷം 1.5 വർഷം മുന്നേ ലോഞ്ച് ചെയ്ത സാധനമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിൽ എടുക്കുന്ന കുറച്ച് വിഷ്വൽസ് ഇനി മുതൽ നമ്മുടെ വീഡിയോസിൽ വരുന്നതൊക്കെ കുറച്ചും കൂടെ ഗുമ്മായിരിക്കും. എൻ്റെ ക്യാമറ മോശമാണെന്നല്ല, എൻ്റെ ക്യാമറ അങ്ങോട്ട് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ക്യാമറ. എൻ്റെ ആക്ഷൻ ക്യാമറയാണിത്. ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, അതുപോലെ കുറേ എന്താ പറയുക ബെനിഫിറ്റ്സും ഉണ്ട്. ഇതിനും അതുപോലെ കുറേ ലിമിറ്റേഷൻസും ഉണ്ട്, കുറേ ബെനിഫിറ്റ്സും ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്കും ശിവനും ശക്തിയും ചേർന്ന മാസിഡ എന്ന് പറയുന്ന മാതിരി രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അടിപൊളിയാട്ടാ. കാര്യം ഇതിനെ നമുക്ക് വെള്ളത്തിൽ മുക്കി കൊല്ലാൻ പറ്റത്തില്ല. വെള്ളത്തിൽ മുക്കിയാലും ഇവൻ ജീവിക്കും. ഇവനെ നമുക്ക് മഴയത്തെടുത്താൽ ഇവൻ ഡെഡാവും. അങ്ങനെ രണ്ടിന് 2 കഴിവുകളാണ്. ഫീൽഡ് ഓഫ് വ്യൂ എല്ലാം അടിപൊളിയാണ്. ഇവിടെ ആകുമ്പോൾ അൾട്രാ വൈഡൊക്കെ എടുക്കുക, ഇതിൽ ആക്ഷൻ ഷോട്ട്സ് ഒക്കെ എടുക്കാം. ഞാൻ റഫം ഇടികൂടുന്ന ഷോട്ടൊക്കെ ഇതിൽ എടുക്കാൻ പറ്റും, ഇതിൽ ഇടികൂടുന്ന ഷോട്ട് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ ലിമിറ്റേഷൻസ് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. എന്തായാലും താങ്ക് യു ഡാഡി. നൂറ പാപ്പിക്ക് 2 ക്യാമറയായി. ഇനി അടുത്തത് സോണി ആൽഫ. ഓക്കെ അപ്പോൾ ഓക്കെ ഗൈസ്, താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ ഉള്ളിൽ തുറന്നെടുക്കുന്ന വീഡിയോ ഞാൻ ഷോർട്സ് ആക്കി ഇടാം, അല്ലാതെ എടുത്താൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഓക്കെ, ബൈ.